വെൽക്കം ബാക്ക് ടു വിനീസ് വേൾഡ്. നമ്മളിവിടെ ഉണ്ടാക്കുന്നത് മിക്സ്ചറാണ്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കണും കൂടി എനാബിളാക്കി ഓൾ എന്ന ഓപ്ഷനും കൂടി എനാബിളാക്കണേ. എന്നാൽ മാത്രമേ ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കുകയുള്ളൂ. നമ്മളിപ്പോൾ 2 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറേശ്ശെ ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ ആ ഒരു ഗ്ലാസ് എടുത്തിട്ട് ഒരു 1/4 ഗ്ലാസ് ഒഴിച്ച് കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ഏത് ഓയിലാണോ കുക്ക് ചെയ്യണത്, ഫ്രൈ ചെയ്യണത്, ആ ഓയിൽ തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചെയ്യണത്, അതുകൊണ്ട് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇപ്പം നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കണ പോലെയൊക്കെ തോന്നും കേട്ടോ. അത് ഒരുവിധം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ, മിക്സ് ആയി എന്ന് തോന്നിക്കഴിയുമ്പോൾ നമ്മൾ ആ കൈ ഒന്ന് കഴുകിയിട്ട് വന്നിട്ട് രണ്ടാമത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ, കുഴച്ചെടുക്കാൻ പറ്റും. ഇനി നമ്മൾക്കിത് ഒരു ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഏറ്റവും ചെറുതല്ല, മീഡിയം ആയിട്ടുള്ള ഒരു എന്താ പറയുക, ചില്ലിട്ടാൽ മതി കേട്ടോ. ഏറ്റവും ചെറുതാവുമ്പോൾ തീരെ തിന്നായി പോകുമല്ലോ. ഒരു പ്രാവശ്യം ഇടാനുള്ളതുള്ളൂ. നമ്മൾ 2 കപ്പാണല്ലോ എടുത്തേക്കണത്. ഇനി ഇതിൻ്റെ അടപ്പ് വെച്ചൊന്ന് അടച്ചു വെക്കാം കേട്ടോ. ഇനി നമുക്ക് ബൂന്തി ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി നമ്മൾ 1/4 കപ്പിലും കുറച്ചും കൂടി കൂടുതൽ കടലപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, അതും 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അതൊരു കളറ് കിട്ടാൻ വേണ്ടിയാണ് അത് ചേർത്തത്. എരിവ് കുറവായിരിക്കും അതിന്. ഇനി ഒരു നുള്ള് കായവും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളത്തിലിത് മിക്സ് ചെയ്തെടുക്കാം. ഇത്തിരി ലൂസായ ബാറ്ററാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇനി ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കാൻ വെക്കാം കേട്ടോ. നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതിലേക്ക് കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കപ്പലണ്ടി കഴുകിയതാണ്. ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഇതിനൊരു ഉപ്പ് കിട്ടാൻ വേണ്ടിയാണത്. ഇപ്പോൾ ഒരു ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാവില്ല, അത് എല്ലാം കഴിയുമ്പോൾ നമുക്കിത് എടുക്കാം കേട്ടോ. നിങ്ങൾ ഒരെണ്ണം കഴിച്ചു നോക്കണം, ഇതായിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി. ചൂടോടെ നമുക്കറിയാൻ പറ്റില്ല, ഇത്തിരി തണുക്കുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇത് ആയിട്ടുണ്ട്, നമ്മൾ എടുക്കുവാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. ഈ വേപ്പില ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ. കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ എടുക്കുവാണ്. ഈ കപ്പലണ്ടിയും പൊട്ടുകടലയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എന്തോരം വേണമെന്ന് വെച്ചാൽ അത്ര ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ആ ഒരു ബൗളിലാണ് പൊട്ടുകടല എടുത്തേക്കണത്. അത്രയും തന്നെ കപ്പലണ്ടിയും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതായി വന്നിട്ടുണ്ട്, നമ്മൾ എടുക്കുകയാണ്. നമ്മൾ ആ ബൂന്തി ഉണ്ടാക്കാൻ വെച്ചതിൽ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം കേട്ടോ. ബേക്കേഴ്സിൻ്റെ ബേക്കിംഗ് സോഡയാണ് ഇടുന്നത്. ഇത് ഒരു നുള്ളിട്ട് കൊടുത്താൽ മതി കേട്ടോ. കണ്ടോ, ഒരു നുള്ള എടുത്തിട്ടുള്ളൂ. അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് പൊടിയല്ലേ ഉള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു അരിപ്പക്കയിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് മറ്റൊരു സ്പൂണും കൊണ്ട് ഇതിങ്ങനെ ഒന്ന് ഇളക്കിയ ഒന്ന് അനക്കിയൊക്കെ കൊടുക്കുമ്പോൾ അത് താഴോട്ട് ആ ഹോളിലൂടെ താഴോട്ട് വന്നോളും. അങ്ങനെ ബൂന്തി ഉണ്ടാവും. ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരണം കേട്ടോ. പെട്ടെന്നാവില്ല അത്. ഇത്തിരി ഒന്ന് വെയിറ്റ് ചെയ്യണം. നമ്മൾ ഒരെണ്ണം എടുത്ത് നോക്കണം. നേരത്തെ കപ്പലണ്ടിയുടെ കാര്യം പറഞ്ഞ പോലെ ആയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം എടുക്കാൻ, അല്ലെങ്കിൽ ഇതായിട്ടുണ്ടാവില്ല. നല്ല ക്രിസ്പി ആവാൻ ഇത്തിരി സമയം എടുക്കും. ഇതായി വന്നിട്ടുണ്ട്. ഇതൊരു കയ്യിലുകൊണ്ട് കോരിയെടുക്കാം കേട്ടോ. ഇനി ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇടിയപ്പത്തിൻ്റെ അച്ചിൽ എടുത്ത് വെച്ചേക്കണ ആ സേവ് ഉണ്ടാക്കാനുള്ള കടലപ്പൊടി ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം ഈ എണ്ണയിലേക്ക്. ഇട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ ഇട്ടാൽ മതി കേട്ടോ. അല്ലെങ്കിൽ കൂടുതൽ എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ, നല്ല വലിയ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം, വലിയ പാത്രമാണെങ്കിൽ.
ഒരു സൈഡ് ആവുമ്പോൾ അപ്പുറത്തെ സൈഡ് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഈ സൈഡും ക്രിസ്പായി വരുമ്പോൾ നമുക്ക് എടുക്കാം. ആ സേവ് മുഴുവൻ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമ്മൾ പൂന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. എരിവുള്ള മുളക് പൊടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് കായവും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ കായം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടിയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത് കേട്ടോ. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളതിലേക്ക് ഓരോരോ സാധനങ്ങളായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. സേവ് പൊടിച്ചിട്ട് കൊടുത്തു, ബാക്കി വറുത്ത് വെച്ചേക്കണ എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എല്ലാം കൂടി. ഇതിന് ചൂടുള്ളത് കാരണം ഈ മുളക് പൊടിയുടെ പച്ചച്ചുവയൊന്നും അറിയില്ല കേട്ടോ. ചൂടും എണ്ണയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും നിങ്ങൾ വിചാരിക്കണ്ട, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നന്നായിട്ട് 2 കയ്യിൽ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നൂഡിൽസൊക്കെ നമ്മൾ മിക്സ് ചെയ്യില്ലേ 2 കയ്യിൽ കൊണ്ട്, അതുപോലെ നമ്മൾ തന്നെത്താനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റും. പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഏത് എണ്ണയിലാണ് ഉണ്ടാക്കിയ, പഴയ എണ്ണയിലാണോ എന്നൊക്കെ സംശയം വരുമല്ലോ. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിക്സ്ചറാണ്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.